വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് ഒരു 10-15 മിനിറ്റോ ഒരു ദിവസം ഇരിക്കുക. തമ്പുരാന്റെ സാന്നിധ്യത്തിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണില്ല. നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എന്തിനാ ഇത്ര കഷ്ടം? എന്തിന്? അത് സന്ധ്യാപ്രാർത്ഥന ഒരു അരമണിക്കൂറാകെ സന്ധ്യാപ്രാർത്ഥന ഉള്ളൂ. ഒരു 3-4 മിനിറ്റ് നീണ്ടു കഴിഞ്ഞാൽ പിന്നെ അയ്യോ എന്ത് കഷ്ടപ്പാടാണെന്നറിയാമോ? 3 മണിക്കൂർ ഫുട്ബോൾ ഇരുന്ന് വെള്ളം പോലും കുടിക്കാതെ ഈ സാധനം കാണാം. സ്നേഹമില്ല, ദൈവത്തോടുള്ള സ്നേഹം തീർന്നു. എന്നിട്ട് പിന്നെ IELTS പരീക്ഷ വരുവാ. ആണ്ടേ ഒരാഴ്ചയായിട്ട് പള്ളിയിലുണ്ട്, രാവിലെ നേരത്തെ പള്ളിയിലുണ്ട്, കൈയൊക്കെ കൂപ്പി ആ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ സ്വർഗ്ഗം നേരെ താഴേക്ക് വീഴും. അതുപോലെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവേ IELTS തരണേ, എന്നെ UK കൊണ്ടുപോകണേ, എന്നെ അയർലൻഡിൽ എത്തിക്കണേ, എന്നെ എവിടെയെങ്കിലും എത്തിക്കണേ. പരീക്ഷ എഴുതാൻ പോലെ ഒരാഴ്ച കൂടി ഉള്ളൂ. ഭയങ്കര പ്രാർത്ഥനയാണ്. പരീക്ഷ കഴിഞ്ഞാലുണ്ടല്ലോ റിസൾട്ട് വരുന്നവർ വീണ്ടും തീവ്രമായ തീഷ്ണതയോടുള്ള പ്രാർത്ഥനയാണ്. റിസൾട്ട് വരുമ്പോൾ വട്ടം പൊട്ടി. അപ്പോൾ വിളി കൂടി അല്ലെങ്കിൽ എനിക്കറിയാതെ ഇതൊക്കെ വെറുതെ പള്ളിയിൽ പോയി വെറുതെ പ്രാർത്ഥിച്ച് വെറുതെ കുമ്പസാരിച്ചും സമയങ്ങളുണ്ടായിരുന്നു പറയും. ഇവിടെ നീ ദൈവത്തെ സ്നേഹിക്കുകയല്ല, നീ ദൈവത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോഴും അറിഞ്ഞിരിക്കും. ഇത് അപകടകരമായ അവസ്ഥയാണ്. നമ്മളെ ആത്മീയ ജീവിതം പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്ന സ്നേഹമാണ്. ബാക്കിയെല്ലാം തന്നെ നാം ദൈവത്തെ ഉപയോഗിക്കുന്നവരായിട്ട് മാറുക.